റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എപ്പിസ്റ്റൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 1 to 11. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. 5 അധ്യായങ്ങൾ വരെ അപ്പോസ്തലനാകുന്ന പൗലോസ് എങ്ങനെയാണ് ക്രിസ്തുവിൽ ദൈവം പാപികളെ നീതീകരിക്കുന്നത് എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. So far we have seen till the last verse of Romans chapter 5. Paul had delineated or he had outlined the way in which God in Christ justifies sinners. And now 6-ാം അധ്യായം മുതൽ അങ്ങനെ നീതീകരിക്കപ്പെട്ട ദൈവജനം എങ്ങനെ ജീവിക്കണം, ഹൗ ദ ജസ്റ്റിഫൈഡ് ഷുഡ് ലിവ്. സോ ഗോഡ് ജസ്റ്റിഫൈസ് ആൻഡ് ദെൻ ഹൗ വി ഷുഡ് ലിവ്. അതിൻ്റെ വിശദീകരണമാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നത്. 6, 7, 8 അധ്യായങ്ങളിൽ അത് നമ്മൾ കാണുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതുവരെ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഇനി മുതലുള്ള വേദഭാഗത്ത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടും വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. നീതീകരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധീകരണം ഉണ്ടായിരിക്കും. വിശുദ്ധീകരണം സംഭവിക്കുന്നില്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദിസ് ഈസ് ദ തീം ഓഫ് ദ ഫോളോവിങ് ചാപ്റ്റേഴ്സ്, മെയിൻലി ചാപ്റ്റർ 6, 7 and even chapter 8. So salvation is a gift from God, and we know it is not our achievement and nobody can achieve it, and not by our effort but by faith. And then if everything depends on what God has done for us, then what does it matter how we live? അപ്പോൾ ഇതുവരെ പൗലോസ് പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാം കൃപയാലാണ്. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ രക്ഷ നമുക്ക് ആർക്കും അത് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ കൃപയാലും വിശ്വാസത്താലുമാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ചാലും എന്താ വിഷയം? അതിൻ്റെ ഒരു ലാഞ്ചന നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടർ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അവരെ ആൻറ്റൈനോമേൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. ആൻറ്റായി എന്ന് പറഞ്ഞാൽ, നോമോസ് എന്ന് പറഞ്ഞാൽ ലോ, ആൻറ്റായി എന്ന് പറഞ്ഞാൽ
വിരുദ്ധത. അപ്പം ന്യായപ്രമാണ വിരുദ്ധർ, ആൻറ്റിനോമീൻസ് എന്നാണ് ഈ കൂട്ടരെ വിളിച്ചിരുന്നത്. അപ്പോൾ പൗലോസ് പറയുന്ന ആ കൃപയാൽ വിശ്വാസത്താലുള്ള ആ സൗജന്യമാകുന്ന രക്ഷ, ഇത് ന്യായപ്രമാണ വിരുദ്ധതയാണെന്നുള്ള ഒരു തെറ്റായ ചിന്ത ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3-ാം അധ്യായം റോമൻസ് ചാപ്റ്റർ 3:8 ഒന്ന് വായിച്ചു. നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നു. നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുക എന്ന് പറയരുതോ എന്നൊരു പൗൽ പറയാ. ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നു. ഓക്കെ, ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്, കൃപയാലുള്ള ആ കൃപയെക്കുറിച്ചുള്ള ഉപദേശം ചിലർ കേട്ടപ്പോൾ അവരുടെ ചിന്ത, പോൾ ഈസ് എഗൻസ്റ്റ് all the laws of God. He has done away with the law of God. ന്യായപ്രമാണവുമായിട്ട് ഇനിയും അതുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല, അത് കഴിഞ്ഞു, നമുക്കെങ്ങനെ വേണേ ജീവിക്കാം. അപ്പം ഈ ഒരു പഠിപ്പിക്കൽ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. ന്യായപ്രമാണ വിരുദ്ധരായിട്ടുള്ളവർ, അവരുടെ ആർഗ്യുമെൻ്റ് 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് ശക്തി പ്രാപിക്കുന്ന നിലയിലാണ് പൗലോസ് ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, ആർ യു ഓൾ വിത്ത് മീ? അപ്പോൾ അത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ലംഘനം പെരുകിയെടുത്ത് 5:20 ചാപ്റ്റർ 5:20, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. നോക്കിയേ, അപ്പോൾ ഓൾറെഡി പൗലോസിനെ കുറിച്ച് ചിലർ ദുഷിച്ച് പറയുന്നുണ്ട്. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്നോ ഓൾറെഡി അങ്ങനെ ഉണ്ട്, പറച്ചിലുണ്ട്. അപ്പോൾ ഇതൂടെ പറഞ്ഞു കഴിയുമ്പോൾ പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും അധികം പെരുകി എന്നൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം ക്ലോസ്. പൗലോസ് ഹീ ഈസ് കംപ്ലീറ്റ്ലി ആൻറ്റൈനോമൈൻസ്, ആൻറ്റിനോമിയാണ്, അല്ലെങ്കിൽ പ്രമാണ വിരുദ്ധതയാണ് പൗലോസ് പറയുന്നത്. ഓക്കെ, പ്രമാണങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാകുന്ന ഒരു തെറ്റായ ചിന്ത, അതിനെയാണ് പൗലോസ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. സോ ഇഫ് എവ്രിതിങ് ഈസ് ബൈ ഗോഡ്സ് ഗ്രേസ്, then what does it matter? Everything is by grace. Even if we wanted to achieve it, we could not do it. And nobody can achieve God's salvation. And God had therefore freely given it to all of us. Then what does it matter? It doesn't matter a thing. So that is the thesis Paul is correcting here. അപ്പോൾ ഈ ഒരു ചിന്താഗതിയെയാണ് പൗലോസ് ഇവിടെ കറക്റ്റ് ചെയ്യുന്നത്. Now let us see how does he do it. പൗലോസ് അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത്, നീതീകരണം സംഭവിച്ചെങ്കിൽ വിശുദ്ധീകരണം സംഭവിക്കും. ആ വിശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ് എന്താണ്? അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്? അത് എഗെയിൻ ഒരു നിയമസിദ്ധാന്തമാണോ? അല്ല. നമുക്ക് ആ കാര്യം ഓരോന്നായിട്ട് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. അപ്പോൾ Paul is addressing the issue here. മുകളിൽ പറഞ്ഞ, ഞാൻ മുമ്പേ പറഞ്ഞ 3:8 ഈ 6-ാം അധ്യായത്തിൻ്റെ അവസാനവും ചേർത്തിട്ട് പൗലോസ് അത് പറയുകയാണ്. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. ഒരു നാളും അരുത്. വാട്ട് ഷാൽ വി സേ ദെൻ? Are we to continue in sin
that grace may abound. He says, in older translation it is, God forbid, God forbid. And here it says, by no means. He makes a statement, not at all. No. He makes an affirmative, forceful, a very terse, very short statement, not at all. No. Absolutely not. He made a statement. Then he makes, or rather, he gives the reasons why it is not so. അപ്പോൾ ആദ്യം അത് പറഞ്ഞിട്ട്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്, ഒരു നാളും അരുതെന്ന് പറഞ്ഞേച്ച് എന്തുകൊണ്ട് ഓക്കെ, എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരമായിട്ട് തുടർന്നുള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ പൗലോസ് പറയുന്ന ആൻസർ, we are united to Christ. So, shall we continue in sin? Paul says, not at all. Why not, Paul? Answer, we are united to Christ. That is the answer. പൗലോസ് പറയുക, എന്തുകൊണ്ട് പാടില്ല? നാം ക്രിസ്തുവിനോട് നാം ഏകീഭവിച്ചിരിക്കുകയാണ്. അതാണ് അടുത്ത 14 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. We are in union with Christ. നമ്മൾ ക്രിസ്തുവുമായിട്ട് ഏകീഭവിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ കേവലം ഒരു ക്രീഡ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കൺഫെഷൻ പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയവനല്ല. അതിനേക്കാളുപരി വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ഓക്കെ, ഈ യൂണിയനാണ് നമ്മെ നിത്യതയിലെത്തിക്കുന്നത്. ഓക്കെ, അല്ലാതൊന്നുമല്ല. ക്രിസ്തുവുമായിട്ടുള്ള ഏകീകരണമാണ് നമ്മളെ നിത്യതയിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പോള് കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചാൽ ആകയാൽ എന്ന് പറഞ്ഞ് തുടങ്ങുക. എന്നിട്ട് പറയാം, നമ്മൾ ആ കൊലോസ്യ ലേഖനം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ നമ്മൾ അടക്കപ്പെട്ടു, ആ കാര്യം അവിടെയും പറയുന്നുണ്ട്. എന്നിട്ട് പറയുക, ആകയാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിപ്പീൻ. എന്നിട്ട് താഴോട്ട് പറയാം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ എന്ന് പറഞ്ഞാൽ എന്നാ? ഇഫ് ക്രൈസ്റ്റ് will reveal himself, then those who are in Christ will also be revealed with Christ. കാരണം ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണെങ്കിൽ, റോമാലേഖനം 8-ന്റെ അവസാന ഭാഗത്ത് പറയുന്നത് പോലെ, ജീവനോ മരണത്തിനോ എന്നെ ക്രിസ്തുവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, വേർപിരിക്കാൻ പറ്റുകയില്ല. I am closely in union with Christ. Where Christ goes, I go. ക്രിസ്തു എവിടെ പോന്നോ അവിടെ ഞാനും പോവുകയാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം ഈ ഭാഗത്ത്. കാരണം അത് സാങ്ക്ടിഫിക്കേഷനോടുള്ള ബന്ധത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ പറയുകയാണ്, ക്രിസ്തു വെളിപ്പെടുമോ ഒരു ദിവസം? വെളിപ്പെടുമെങ്കിൽ those who are in Christ. അപ്പം നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ ക്രിസ്തുവിലാണോ എന്നുള്ളതാണ് ഉറപ്പാക്കേണ്ടത്. അതെങ്ങനെയാണ് ഉറപ്പാകുന്നത്?
ലെറ്റ് us see. ഒന്നാമതായിട്ട് പൗലോസ് പറയുക, കൃപ വരികേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാൾ വരുത്. ഒന്നാമത്തെ റീസൺ, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? സോ ഒന്നാമത്തെ റീസൺ, പാപം ചെയ്യാൻ നമുക്ക് ലൈസൻസ് ഉണ്ടോ? പോൾ പറയുന്നില്ല. കാരണം എന്താ? നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചു. നമുക്കതിനെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കണം. We died to sin. എന്താ ഈ പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യം ഒരു പോപ്പുലർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുക. പണ്ടൊക്കെ അല്ല, പിന്നീടും കേട്ടിട്ടുണ്ട്, സ്നാനമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്നാനം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ആരെയോ വെള്ളത്തിൽ മുക്കിയപ്പം അതിലിങ്ങനെ കൈ പൊക്കി പിടിച്ചിരുന്നു. അപ്പോൾ കൈ മുക്കാൻ പുള്ളി സമ്മതിക്കുന്നില്ല. എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എനിക്ക് ഒരുത്തനുമായിട്ടൊരു കണക്ക് തീർക്കാനുണ്ട്. കാരണം ബാക്കിയെല്ലാം മരിച്ചു, കൈ ഏതായാലും മരിക്കുന്നില്ല, അടക്കുന്നില്ല, ഞാൻ അതുകൊണ്ട് ആ പൊക്കി പിടിച്ചതെന്ന് വെച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സ്നാനമാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് റെഫറൻസ്. പലപ്പോഴും ഒരിക്കൽ ഇതൊക്കെ നടന്ന സംഭവമാണ്, അതുകൊണ്ട് എങ്ങും തൊടാതൊക്കെ ഞാനങ്ങ് പറയുക. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ കൂടെ ഒരു മീറ്റിങ്ങിന് ഉണ്ടായിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പയ്യനെ കാണാൻ പോകണം. അദ്ദേഹത്തെ അത് ഭരമേൽപ്പിച്ച് വിട്ടേക്കുക. അദ്ദേഹം ഈ പ്രത്യേക സ്ഥലത്ത് വരുന്നത് കൊണ്ട് അന്വേഷിച്ചേച്ച് വരണം, കല്യാണം കഴിപ്പിക്കാൻ. ഏകദേശമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനും അദ്ദേഹം കൂടെ പോയത്. അദ്ദേഹം ചോദിച്ചു, മോനെന്നാ വീണ്ടും ജനിച്ചതെന്നാ? വീണ്ടും ജനിച്ചതെന്നാന്ന് ചോദിച്ചപ്പം ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രെഡിക്കമെൻ്റ് കണ്ടു. മോൻ സ്നാനപ്പെട്ടതെന്നാ? സ്നാനപ്പെട്ടതെന്നാ? അപ്പം ഞാൻ ചോദിച്ചു, ആദ്യത്തെ ചോദ്യം എന്നെ അങ്ങ് വിട്ടത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. പുള്ളി പറയാ, എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോഴേ മനസ്സിലായി പുള്ളിക്ക് ഉറപ്പൊന്നുമില്ലെന്ന്. പിന്നെ അറ്റ്ലീസ്റ്റ് എന്നാ മുങ്ങിയെന്നെങ്കിലും ഒന്ന് അറിയാമല്ലോ എന്ന് കണ്ട് ചോദിച്ചതാ. അപ്പോൾ വീണ്ടും ജനിക്കാതെ വെള്ളത്തിൽ മുങ്ങാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില ഇലുസ്ട്രേഷൻസൊക്കെ ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ റോഡിലൊരു പട്ടിയോ വല്ലതും കിടന്നാൽ, കേലബ് ആൻഡ് ഗാബി, സിറ്റ് ഡൗൺ ദർ, ഗോ ഇൻ, ഡോണ്ട് പ്ലേ നൗ. ഓക്കെ, റോഡിൽ വല്ല പട്ടി വല്ലതും ചത്ത് കിടന്നാൽ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അത് ജീവനുണ്ടോ ചത്ത് കിടക്കുകയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത് ചെന്നേച്ച് കാലുകൊണ്ട് അതിനെ ഇങ്ങനെ ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ജീവനുണ്ടെങ്കിൽ അത് പ്രതികരിക്കും, ജീവനില്ലെങ്കിലോ പ്രതികരിക്കുകയില്ല. അപ്പോൾ ചാകുക എന്ന് പറഞ്ഞാൽ പാപസംബന്ധമായി മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു. ഇനിയിപ്പോൾ എന്നോ ഇട്ട് കുത്തിയാലും പോക്ക് ചെയ്താലും ഒന്നും ഒരു റെസ്പോൺസും ഇല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, of course this is a misunderstanding of the text, not the correct exposition of it as far as I understand it, and I'll give you reasons for that.
that once you are saved, truly saved, you become insensitive to sin. And that is the meaning of died to sin. This is the, I call it misunderstanding. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? പൗലോസ് പറയുക, കൃപ വരികേണ്ടതിന്, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുക, കൃപ വരികേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പോൾ ചോദിക്കുക, ഹൗ ക്യാൻ വി ലിവ്? ഹൗ ക്യാൻ വി ലിവ്? അതിൽ പാപസംബന്ധമായിട്ട് നീ മരിച്ചു എന്ന് പറഞ്ഞാൽ പോൾ ഈസ് നോട്ട് ഡിനൈയിങ് the possibility of living in sin. Rather, he is pointing out to the inappropriateness of living in sin. I will explain why I say that. പൗലോസോട് പറയുന്ന കാര്യം, നമുക്ക് പാപസംബന്ധമായി ഒരിക്കൽ മരിച്ചു, അതുകൊണ്ട് ഇനിയും പാപത്തിന് നമ്മൾ ഇൻസെൻസിറ്റീവാണ്, നമുക്ക് പാപം ചെയ്യാൻ പറ്റുകയില്ലെന്നല്ല പറയുന്നത്. നേരെ മറിച്ച്, അയ്യോ എങ്ങനെയാ നിങ്ങൾ ജീവിക്കുന്നത്? പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചതല്ലേ? ഹൗ ക്യാൻ യു ലിവ്? എങ്ങനെയാ ജീവിക്കുന്നത്? നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വേദഭാഗം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, പോൾ ഡസ് നോട്ട് മീൻ ദാറ്റ് we are insensitive to sin. And that is the meaning. And why do I say that? Number one, it is incompatible with the meaning of the death of Christ. Okay? ക്രിസ്തുവിനെ കുറിച്ച് ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് ഇത് ചേർന്നു പോകുന്നില്ല. എന്താണ്? ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥവുമായിട്ട് ഇത് ചേർന്ന് പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലുക്ക് അറ്റ് വേഴ്സ് 9 and 10. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. ക്രിസ്തു മരിച്ചത് എങ്ങനെയാ മരിച്ചേ? നോക്കിയേ, പാപസംബന്ധമായിട്ടാ മരിച്ചേ. നമ്മൾ മരിച്ചതോ? 2-ാം വാക്യം, അവൻ മരിച്ചത് പാപസംബന്ധമായി പാപസംബന്ധമായിട്ട് മരിച്ചു. നമ്മൾ മരിച്ചതോ? 2-ാം വാക്യം 2 വേഴ്സ് 2, പാപസംബന്ധമായി മരിച്ചവരായ നാം. ക്രിസ്തു മരിച്ച മരണവും നമ്മൾ മരിച്ച മരണവും രണ്ടും രണ്ടാന്നോ? എങ്ങനെ ഇവിടെ എഴുതിയേക്കുന്നേ? ഒന്നല്ലേ? ഒരു മരണം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചു, നമ്മളും പാപസംബന്ധമായിട്ട് മരിച്ചു. കാരണം ഒരേ പാസേജിൽ ഒരേ പദപ്രയോഗം ഉപയോഗിക്കുമ്പോൾ മിക്കവാറുമൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. ഞാൻ പറഞ്ഞു മിക്കവാറുമൊക്കെ, എല്ലായ്പ്പോഴും അല്ല, മിക്കവാറുമൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചു, നമ്മളും പാപസംബന്ധമായിട്ട് മരിച്ചു. ഇനിയും ക്രിസ്തുവിൻ്റെ മരണം എടുത്തേ. ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പോയിൻ്റ് തൊട്ട്, ക്രിസ്തു മരിച്ചത് തുടങ്ങി ക്രിസ്തു പാപത്തിന് ഇൻസെൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റുകയില്ല. കാരണം ക്രിസ്തുവിൽ എന്തില്ല? പാപമില്ല. ആർ യു വിത്ത് മീ? ക്രിസ്തുവിൻ്റെ മരണവും നമ്മുടെ മരണവും ഒന്നാണെങ്കിൽ ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചു എന്നതിൻ്റെ അർത്ഥം ഹി ബിക്കെയിം ഇൻസെൻസിറ്റീവ് ടു സിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹി വാസ് സെൻസിറ്റീവ് ടു സിൻ previously. Now when he died he is no, that doesn't hold. അത് നിലനിൽക്കുന്നതല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണവും നമ്മുടെ മരണവും ഒന്നാ. അപ്പം അങ്ങനെയെങ്കിൽ ഇറ്റ് ഡസൻറ്റ്, ഒന്നാമത്തെ വിഷയം, ഇറ്റ് ഈസ് ഇൻകമ്പാറ്റബിൾ വിത്ത് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ് ഡെത്ത്
in the passage. ക്രിസ്തുവിൻ്റെ മരണം. അപ്പോൾ so it is a mismatch. It doesn't match with Christ's death and our death. And it is obvious in this passage, the death he died, I also died. So it does mean he died to sin, I died to sin, one and the same meaning. So അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക. ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തു പാപത്തിന് ഇൻസെൻസിറ്റീവായി എന്നല്ല അതിൻ്റെ അർത്ഥം. ഇനിയും രണ്ടാമതൊരു കാരണം കൂടെ ഉണ്ട്. അതായത് മുമ്പേ ഞാൻ പറഞ്ഞ ആ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു പോപ്പുലർ കൺസ്ട്രക്ഷൻ, അതങ്ങനെയല്ല എന്നുള്ളതിന് വേറൊരു കാരണം കൂടെയുണ്ട്. പോളിൻ്റെ തന്നെ ആ കൺക്ലൂഡിങ് എക്സോട്ടേഷൻസ് ഈ ഒരു ചിന്താഗതിയുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. സോ ദിസ് വ്യൂ, ദ വ്യൂ that we have become insensitive to sin when the Bible says we died to sin, it doesn't match with Paul's concluding exhortations in the same epistle. For example, just imagine, think with me, if our fallen nature, നമ്മുടെ പാപം ചെയ്യാനുള്ളതാകുന്ന ആ ഇൻക്ലൈനേഷൻ അത് കംപ്ലീറ്റ്ലി മാറിയെങ്കിൽ, if that we are no longer responsive to temptation, it would be unnecessary for Paul to exhort in verse 12. Look at verse 12. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. Why? നമ്മൾ പാപത്തിന് ഇൻസെൻസിറ്റീവ് ആയെങ്കിൽ പിന്നെ ഈ ഒരു എക്സോട്ടേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആകയാൽ പിന്നെ താഴോട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ 13-ാം അധ്യായം 12-14, ചാപ്റ്റർ 13, 12 and 14 ഒന്ന് വായിച്ചോളൂ. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. What is the need for Paul to give us that exhortation? അതായത് നമുക്കിനി പാപം ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ, പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ വി ആർ ശവശരീരം പോലെ ഇങ്ങനെ കിടക്കുക, ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനാണെങ്കിൽ പിന്നെ പൗലോസ് ഇത് പറയേണ്ട കാര്യമില്ല. ഏത് ഇപ്പം നമ്മൾ വായിച്ച ആ വാക്യം 6:12 പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത് എന്ന് പറയേണ്ട കാര്യമില്ല. 13-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു. ഇനി 13-ാം വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചോ. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. മര്യാദയ്ക്ക് നടന്നോണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് പോളിൻ്റെ ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ നിന്ന് പറയാൻ പറ്റുന്നത്. എന്താ പറഞ്ഞേ? മര്യാദയ്ക്ക് നടന്നോണം. എങ്ങനെയാ മര്യാദ? വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. നമ്മളൊന്നും അതിനകത്തൊന്നും പോകുന്ന ആൾക്കാരല്ല. വായിച്ചോ. ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല. അതൊന്നും ഞങ്ങൾക്കില്ല. പിണക്കത്തിലും അസൂയയിലുമല്ല. അതോ അവിടെ ആത്മാർത്ഥതയുണ്ട്, അവിടെ പിടിവീഴും ഇല്ലേ? പിണക്കത്തിലും അസൂയയിലുമല്ല. അപ്പോൾ പറയുക, ആരോടാ പറയുന്നേ? പാപസംബന്ധമായി മരിച്ചവരോട് പറയുക, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചിട്ട് വെളിച്ചത്തിൻ്റെ ആയുധത്തെ ധരിച്ചോണമെന്ന്. ഓക്കെ, അപ്പോൾ 2 കാരണങ്ങൾ നമ്മൾ കണ്ടു. ക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് അത് ഒത്തുപോകുന്നില്ല. 2, ബാക്കിയുള്ള വേദഭാഗങ്ങളുമായിട്ട് അത് ചേർന്ന് പോകുന്നില്ല. പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലോട്ട് മാറ്റപ്പെട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. മാത്രമല്ല, 3,
ഇറ്റ് ഈസ് ഇൻകമ്പാറ്റബിൾ വിത്ത് ക്രിസ്ത്യൻ എക്സ്പീരിയൻസ്. നമ്മുടെ അനുഭവമായിട്ട് അത് ചേർന്നില്ല. അനുഭവം ഏറ്റവും താഴെയാണ്, മുകളിലാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞേ. കാരണം അനുഭവത്തെ വെച്ചിട്ടല്ല വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ മൂന്നാമതായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ അനുഭവമായിട്ട് ഇത് മിസ്മാച്ച് ചെയ്യുക. കാരണം we know for sure, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ എങ്ങനെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ന്യായീകരിക്കുന്നതിൻ്റെ കാര്യം തന്നെ എന്നാണെന്നറിയാമോ? ന്യായീകരിക്കുന്നത് തന്നെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തികട്ടുന്നതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്നെനിക്ക് പറയേണ്ടി വരുന്നത്. ഐ നോ ഐ ഹാവ് ഏർഡ്, ഞാൻ ചെയ്തു എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുന്നേ നല്ല പിള്ളയാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ അനുഭവമായിരിക്കെ. അപ്പോൾ ചിലർ പറയും അതുകൊണ്ട് പാപസംബന്ധമായിട്ട് മരിച്ച വാട്ട് എവർ ഡെത്ത് ടു സിൻ മേ ബി, യുവർ ഓൺലി വൊക്കേഷൻ ഇറ്റ് ഈസ് ടു റെക്കൺ ദാറ്റ് യു ആർ ഡൈഡ് ടു സിൻ. നിങ്ങൾ അങ്ങ് എണ്ണി വെച്ചാൽ മതി. നിങ്ങൾ നോ, ദാറ്റ് ഡസൻറ്റ് വർക്ക് എയ്തർ. അതും അങ്ങനെ നമ്മൾ എണ്ണിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഡിസൊല്യൂഷൻമെൻറ്റിലേക്ക്, അയ്യോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷേ നടക്കുന്നില്ല. പിന്നെ നമ്മൾ ചിന്തിക്കും, ആം ഐ റിയലി സേവ്ഡ്? അന്നേരം പിശാച് വരും, ഗിൽറ്റ് ട്രിപ്പിലോട്ട് കൊണ്ടുപോകും, ഇതെല്ലാം സംഭവിക്കും. എന്നാൽ ലെറ്റ് us see, ഈ അനാലജിയിൽ നിന്ന് നമ്മൾ ഈ അനാലജി പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ മരണം എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ആ അനാലജിയിൽ നിന്ന് നമ്മൾ ഉപദേശം സ്ഥാപിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര പ്രശ്നമാണ്. ഈ സാദൃശ്യം ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, ഇതൊരു ദൃഷ്ടാന്തമാണ്. എന്താണ് ആ ദൃഷ്ടാന്തം? നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ പാപവും മരണവും, അപ്പോൾ പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ dead to sin does not mean that we must exhibit every characteristic of dead people, including their insensibility to stimuli. പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവരുടെ സ്വഭാവമായിരിക്കണം നമുക്കെന്നല്ല അതിൻ്റെ അർത്ഥം. ആ ഒരു അനാലജി, ആ ഒരു ദൃഷ്ടാന്തം എവിടെ തുടങ്ങി എവിടെ വരെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ വചനം കൊണ്ട് തന്നെ ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. വചനം കൊണ്ട് തന്നെ, അതായത് പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി ഷുഡ് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഡ് പീപ്പിൾ. ദാറ്റ്സ് നോട്ട് ദ മീനിങ് ഹിയർ. റാദർ, ഡെത്ത് ഈസ് റിപ്രസെൻറ്റഡ് ഇൻ സ്ക്രിപ്ചർ more in legal than in physical terms. ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഈ പാപവും മരണവും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം പാപത്തിൻ്റെ ഫലമാണ് മരണം, അല്ലേ? പാപത്തിൻ്റെ ഫലമാണ് മരണം. അത് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ പാപവും മരണവും ചേർത്ത് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം പാപത്തിൻ്റെ ഒരു ഫലമാണ് മരണം. എല്ലാവരും എൻ്റെ കൂടെ വരണേ. നമ്മളൊരു പ്രധാനപ്പെട്ട മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ പറഞ്ഞല്ലോ, ലേൺ ചെയ്യുന്നതിനേക്കാളും പാടാണ് അൺലേൺ ചെയ്യുന്നത്. ഇപ്പം ഞാനൊന്ന് കുറച്ച് അൺലേൺ ചെയ്തു, ഇനി നമ്മൾ ലേൺ ചെയ്യാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2:17 ഒന്ന് വായിച്ചു. 2:17. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ ദൈവത്തിൻ്റെ കൽപ്പന എപ്പോൾ ലംഘിച്ചോ, പാപം ചെയ്തോ, എന്തോ സംഭവിക്കുന്നു? മരണം സംഭവിക്കുന്നു. വെളിപ്പാട് പുസ്തകം വരെ അങ്ങനെയാണ്.
എന്താ? രണ്ടാം മരണം, നിത്യമാകുന്ന മരണം. ഓക്കെ, അപ്പോൾ ഈ പാപവും ദ നെക്സസ്, ദ റിലേഷൻ ബിറ്റ്വീൻ sin and death is sin's penalty always. This is very plain in Romans 2. റോമാലേഖനത്തിലും അത് വളരെ വ്യക്തമാണ്. 1:32 ഒന്ന് വായിച്ചേ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവത്തിന്റെ ന്യായം. They deserve death. Those who sin, those who do such things deserve death. പാപത്തിൻ്റെ ഫലമാണ് മരണം. ഓക്കെ, 5:12 നമ്മൾ കാണുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ 5:12 ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഓക്കെ, and 6:23 പാപത്തിന്റെ ശമ്പളം the wages of sin is death. Okay, the wages of sin is death. പാപത്തിന്റെ ശമ്പളം എന്താ? മരണം. ഓക്കെ, now 10ാമത്തെ വാക്യത്തിൽ let's take the death of Christ. നമ്മൾ ആദ്യമേ ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്തു. ക്രിസ്തുവിൻ്റെ മരണം പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ക്രിസ്തു പാപത്തിന് സെൻസിറ്റീവ് ആയിരുന്നെന്നും പിന്നെ മരിച്ചപ്പോൾ ഇൻസെൻസിറ്റീവ് ആയെന്നും അല്ല അർത്ഥം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനിയും 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. സോ പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. ആര് മരിച്ചു? ക്രിസ്തു മരിച്ചു. ക്രിസ്തുവിൻ്റെ മരണം എന്തായിരുന്നു? ദ obvious and most clear meaning of this verse is that Christ bore sin's condemnation, namely death. അതല്ലേ അതിൻ്റെ മീനിങ്. അതായത് ഈ 10ാം വാക്യത്തിൻ്റെ മീനിങ്, ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണം ക്രിസ്തു വരിച്ചു. ഓക്കെ, അത് ഒരിക്കലായിട്ട് മരിച്ചു. വൺസ് ഫോർ ഓൾ, ഒരു പ്രാവശ്യം മരിച്ചു. ആര് മരിച്ചു? ക്രിസ്തു മരിച്ചു. നമ്മൾ വേദഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു. എബ്രായർ 7:27 ചില വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. വായിക്കുന്നത് അത് നമ്മളിന്ന് അധികം മുൻപോട്ട് പോയില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. 7:27 ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു. ഒരിക്കൽ തന്നെത്താൻ അർപ്പിച്ചു. പിന്നെ 9:12, 26, 28, 10 എബ്രായ ലേഖനം 10:10 ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. പിന്നെ 1 പത്രോസ് 3:18 ഈ വാക്യങ്ങളെല്ലാം തന്നെ അതാണ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. ഇൻ കോൺസിക്വൻസ് sin has no more claim or demand on him. So God raised him from the dead in order to demonstrate the God is so satisfied of his sin bearing, and he now lives unto God. ക്രിസ്തു ഒരിക്കലായിട്ട് പാപങ്ങളുടെ ശിക്ഷ സ്വയമായിട്ട് ഏറ്റെടുത്ത് ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. And now what is true of Christ is equally true of Christians because we are united to Christ. Okay? ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മെ സംബന്ധിച്ചും അത് ശരിയാ. കാരണം എന്താ? ക്രിസ്തുവിനോട് നമ്മൾ ഏകീഭവിച്ചിരിക്കുകയാണ്. വി ആർ യുണൈറ്റഡ് ടു ക്രൈസ്റ്റ്. വി ആർ യുണൈറ്റഡ് ടു ക്രൈസ്റ്റ്.
അപ്പോൾ ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തു പാപത്തിൻ്റെ പെനാൽറ്റി ആ ക്രൂശിലെ മരണത്താൽ കൊടുത്തു തീർത്തു. അങ്ങനെയെങ്കിൽ ക്രിസ്തു പാപസംബന്ധമായിട്ട് മരിച്ചു, നമ്മളും പാപസംബന്ധമായിട്ട് മരിച്ചെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാ അർത്ഥം. പക്ഷെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? ദ ഓൺലി ആൻസർ ഈസ് വി ആർ യുണൈറ്റഡ് ടു ക്രൈസ്റ്റ്. ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ, ജസ്റ്റ് വൺ വേഴ്സ്. 2 Corinthians 5:14. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. അത് ശ്രദ്ധിക്കണം, എല്ലാവർക്കും വേണ്ടി ഒരുവൻ എന്ത് ചെയ്തു? മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എല്ലാവരും മരിച്ചു. അപ്പൊ ക്രിസ്തു മരിച്ചപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്തു? മരിച്ചെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ പൗലോസ് ഇവിടെ പറയുമ്പോൾ ക്രിസ്തു മരിച്ച മരണം എൻ്റെ മരണമായി തീരുന്നതിൻ്റെ പേരാണ് പാപസംബന്ധമായിട്ട് ഞാനും മരിച്ചു. അപ്പോൾ പോൾ ചോദിക്കുക, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായിട്ട് മരിച്ചില്ലേ? ക്രിസ്തുവിൻ്റെ ഒപ്പം നീയും ഇല്ലായിരുന്നോ ക്രൂശിൽ? അങ്ങനെ മരിച്ചെങ്കിൽ ഹൗ ക്യാൻ യു തിങ്ക് ഓഫ് ലിവിങ് ഇൻ സിൻ? നോക്കണേ, പോൾ ചോദിക്കുന്നത് എന്താ? ലുക്ക് അറ്റ് ദ ക്രോസ്. വിശുദ്ധീകരണം സംഭവിക്കണമെങ്കിൽ ലുക്ക് ടു ദ ക്രോസ്. ക്രൂശിലോട്ട് നോക്ക്. ക്രൂശിലോട്ട് നോക്കുമ്പോഴാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ക്രൂശിൽ എന്ത് സംഭവിച്ചു? പാപത്തിൻ്റെ പെനാൽറ്റി തീർന്നു. ക്രൂശിനെ നോക്കുന്ന ദൈവപൈതൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ കണക്ഷൻ. നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചു. രണ്ടാമതായിട്ട് പോൾ പറയുക, സോ നമ്പർ 1, look to Christ. You are inseparably united to Him. You are in Christ because when one has died for all have died. You died to sin, just as Christ died to sin, paying the penalty for sin, bearing our sin. That is the meaning of died to sin. Okay? അല്ലാതെ ഇൻസെൻസിറ്റീവ് ആയെന്നല്ല. കാരണം അത് വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. നമ്മളത് കണ്ടു, അതിൻ്റെ ന്യായമായ കാരണങ്ങൾ കണ്ടു. നിങ്ങൾക്കത് മനസ്സിലായെന്നാണ് എൻ്റെ ചിന്ത. ഇൻസെൻസിറ്റീവായെന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയേ ഉള്ളൂ. നോ. എന്നാൽ ക്രിസ്തുവിനൊപ്പം ഞാൻ മരിച്ചു, പാപസംബന്ധമായിട്ട് മരിച്ചു. ക്രിസ്തു പാപത്തിൻ്റെ പെനാൽറ്റി കൊടുത്തപ്പോൾ എനിക്ക് പറ്റത്തില്ല, പക്ഷേ ദൈവം എന്നെ ക്രിസ്തുവിൽ അവിടെ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ലോകസ്ഥാപനം മുൻപ് എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. അപ്പം ക്രിസ്തുവുമായിട്ടുള്ള യൂണിയനാണ് വീണ്ടും ജനനം. മൈ ഡിയർ വൺസ്, ലിസൺ. ഇറ്റ് ഈസ് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് in his death is being born again. Whether you were there on the cross or not can be recognized the way you live now. രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു ദൈവപൈതൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഇപ്പം ഞാൻ എങ്ങനെ ജീവിക്കുന്നു? ഹൗ ഡു ഐ സീ സിൻ? ഞാൻ പാപത്തെ എങ്ങനെ കാണുന്നു?
അടുത്ത വിഷയത്തിലേക്ക് പോകുന്ന സമയമില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാം. വലിയൊരു പ്രശ്നമുണ്ട് പലരുടെ. ആ പ്രശ്നം എന്നാണെന്നറിയാം, അപ്പോസ്തലനാകുന്ന പത്രോസ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ച് ഞാൻ അങ്ങ് അവസാനം, കാരണം അടുത്ത വേദഭാഗത്തേക്ക് കയറാൻ നമുക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോസ്തലനാകുന്ന പത്രോസ് എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്തേക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 2 പത്രോസ് അതിൻ്റെ 2-ാമത്തെ അധ്യായമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ ആ വ്യാഖ്യാനം കൃത്യമാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 മുതലുള്ള 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചെങ്കിലേ ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് കാര്യമായി പറയുന്നതെന്നറിയോ? ഏത് കാര്യമാണ് പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് പത്രോസ് പറയുന്നതെന്നറിയോ? ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവരുടെ ഇടയിൽ ട്രൂ അല്ലാത്ത പ്രോഫറ്റ്സ് ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തത്? അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് ദൈവമക്കളുടെ ഇടയിൽ, ഇസ്രായേലിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അതുപോലെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബൈബിൾ ക്ലാസ്സിന് വരണം, നമ്മളിങ്ങനെ ശ്രദ്ധയോടെ പഠിക്കണം. ബരോവയിലുള്ളവരെ പോലെ ദിനംപ്രതി തിരുവഴുത്തുകളെ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. എന്നിട്ട് പത്രോസ് പറയാ, അവർ നാശകരമായ ഡിസ്ട്രക്റ്റീവ് ഹെറസീസ് എന്നാണ് പറയുന്നത്. ഡിസ്ട്രക്റ്റീവ്, നാശം വരുത്തുന്നതാ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് പത്രോസ് ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. 21, 22 വാക്യങ്ങളൊന്ന് വായിച്ചു. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അവർക്ക് they are exposed to truth. അപ്പോൾ പത്രോസ് പറയാം, അവർ അറിയാതിരുന്നായിരുന്നത് നല്ലതായിരുന്നു. എന്നിട്ട് അടുത്തത്, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായി എന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലു പോലെ അവർക്ക് സംഭവിച്ചു. ഈ കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ. അപ്പോൾ പത്രോസ് ഒരു പഴഞ്ചൊല്ലെടുക്കുക. എന്താ ഈ പഴഞ്ചൊല്ലിൻ്റെ അടിസ്ഥാനം എന്നറിയോ? അതിനൊരു സംഭവമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അതായത് അന്ന് ഈ പബ്ലിക് ബാത്തുകളുണ്ട്. പബ്ലിക് ബാത്തുകൾ അവർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ സ്പായും പിന്നെന്താ ഈ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? പെട്ടെന്ന് ആ വാക്കങ്ങ് പോയി. ബ്യൂട്ടി പാർലർ. ഓക്കെ. ഇന്നത്തെ ബ്യൂട്ടി പാർലറിന് തത്തുല്യമായിട്ട് പണ്ട് ഇങ്ങനെ ഈ പബ്ലിക് ബാത്തുകളും സൗന്ദര്യ വർദ്ധക അന്നേ ഉണ്ടായിരുന്നൊരു കാര്യം ഇത്. അപ്പോൾ ഒരു പന്നി ഇങ്ങനെ നിൽക്കുക, പന്നി ഇങ്ങനെ റോഡരികിൽ നിൽക്കുക. നോക്കിയപ്പോൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഗണിക്കപ്പെട്ട ലേഡീസ് വരുന്നു. അവർ നല്ല കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഡീസൻ്റായിട്ട് ഇങ്ങനെ നടന്നു വന്നു. ആ പബ്ലിക് ബാത്തുകളിൽ നിന്ന് അവർ നടന്നു പോകും. അപ്പോൾ ഒരു പന്നി വിചാരിച്ചു, ഞാനും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ഓക്കെ, അതാ സ്റ്റോറി. പന്നി അതിനു വേണ്ടി ഇതുപോലൊരു ബാത്തിൽ പോയി അവിടെ പേയ്മെൻറ്റ് ചെയ്തു. ഇത് സ്റ്റോറി ആട്ടോ, പഴഞ്ചൊല്ല. അതാ പറഞ്ഞ സത്യമായ പഴഞ്ചൊല്ലെന്ന് പത്രോസ് പറയുന്ന അവിടെ ഉണ്ടായിരുന്നൊരു സ്റ്റോറിയായത്. അപ്പോൾ പന്നി എന്ന് കുളിച്ചു ഒരുങ്ങി നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഇങ്ങനെ പതുക്കെ മനോഹരമായിട്ട് കാൽലടികളൊക്കെ വെച്ച് ഇങ്ങനെ പോകുക. കുറേ നേരമൊക്കെ നടന്നു.
കേൾക്കണേ, കുറച്ച് സമയം നടന്നു വന്നി. പക്ഷെങ്കിൽ കുറേ നേരം നടന്നെങ്കിലും പിന്നെ അങ്ങോട്ട് പോയപ്പം ഈ ഒരു ചെളിക്കുണ്ട് കണ്ടപ്പം കുളിച്ചെന്നുള്ള ഓർമ്മ പോലും പന്നിക്ക് ഉണ്ടായില്ല. അതിനകത്തോട്ടങ്ങ് ചാടി. ഞാൻ കുളിച്ചു, ഇപ്പം ലേഡിയെ പോലായി എന്നോർത്ത് ഇങ്ങനെ വരിക. പക്ഷെ പെട്ടെന്ന് അത് കണ്ടപ്പോൾ അങ്ങോട്ടങ്ങ് ചാടി. വല്ലോ മനസ്സിലായോ? സോ ക്രിസ്തുവിനോടുകൂടെ മരിച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കും? സെൻസിറ്റിവിറ്റി. പാപം ചെയ്യാൻ കഴിയുകയില്ലെന്നല്ല, പാപം ചെയ്യാൻ എനിക്ക് കഴിയും. പക്ഷെങ്കിൽ പാപത്തിൻ്റെ പെനാൽറ്റിയിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും എന്നെ രക്ഷിക്കുന്നവനാണ്. കാരണം ഞാൻ ക്രിസ്തുവിനോടുകൂടെ യുണൈറ്റഡ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് പോലെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ക്രിസ്തു പോകുന്നിടത്ത് പോകാൻ എനിക്ക് കൂടുതൽ താല്പര്യമാണ്. മറ്റേ ആ ബെൻഡ് അങ്ങോട്ടുണ്ടെങ്കിലും എൻ്റെ കൂടുതൽ താല്പര്യം ക്രിസ്തുവിനോടുകൂടെ പോകാം. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ഞാൻ പോകുന്നത് ഡേ ബൈ ഡേ. ഞാൻ 10 ചുവട് എടുക്കുമ്പം 4 ചുവട് പുറകിൽ പോയേക്കാം. ബട്ട് സ്റ്റിൽ ഐ വിൽ ഗോ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പത്രോസ് പറഞ്ഞത്. കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്ന ആ സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു. ആർക്ക് ഭവിച്ചു? ജനത്തിൻ്റെ ഇടയിലുള്ളവർക്ക് എന്ന്. ജനത്തിൻ്റെ ഇടയിലുള്ളവർക്ക് ഭവിച്ച, നിങ്ങളുടെ ഇടയിലുള്ളവർക്ക് ഭവിച്ചെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പം ജനത്തിൻ്റെ ഇടയിൽ അതുണ്ട്. നമ്മൾ ആദാമിലാണോ ഇപ്പോഴും, അതോ ക്രിസ്തുവിലാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമ്മൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ ആർക്കെങ്കിലും ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.